നിലവിൽ മിനിസ്റ്ററും ഡിഎഫ്ഒയും റേഞ്ച് ഓഫീസറൊക്കെ ആളുകളെ കുട്ടമ്പട്ടുണ്ട്. അവരെ ഇങ്ങോട്ട് വരാൻ പറ, ഇങ്ങോട്ട് വരാൻ പറ. വന്നിട്ട് ബോഡി കൊണ്ടായാൽ മതി. കൃഷി നശിപ്പിക്കാൻ അറിയാം. ഇന്ന് വരണ ആന നോക്കാൻ പറഞ്ഞു, മെസ്സേജ് ഒക്കെ ഇട്ടു. അങ്ങനെ വഴി കൂടി സ്കൂളിൽ അവന്റെ മോന് വിടാൻ വരുന്ന സമയത്താണ് പുള്ളിക്കാർക്ക്. പിന്നെ നിങ്ങൾ എന്നാ ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നത്? 47ാമത്തെ ആളായി വരുന്നത്. വെറുതെ മൊബൈൽ നോക്കി വീട്ടിൽ ആറാട്ടിന്ന് പറഞ്ഞാൽ ഞങ്ങളെ അടിച്ചു അല്ലാതെ ആരെയും നോക്കണം, ഞങ്ങളെല്ലാം നോക്കണം. ഒരു സംഭവം നടന്നു. നിങ്ങൾ നടത്തിച്ചു, വനം വകുപ്പ് നടത്തിച്ചു. എന്റെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരായിട്ട് നിങ്ങളുടെ നമുക്ക് പറയാൻ പറ്റും, അവരോട് പറയാൻ പറ്റുമോ? ഓടി പിന്നാലെ കൊണ്ടുപോണേ. ഇവിടെ ഒരു 5 മിനിറ്റ് ഞങ്ങളുടെ നാട്ടുകാർ ഞങ്ങളായിട്ട് സംസാരിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉറച്ച തീരുമാനം. ആറാട്ടിക്ക് യാതൊരുവിധ മാനദണ്ഡങ്ങളും കൊടുത്തില്ല. റബ്ബർ ബുള്ളറ്റ് ഡിയോഫോഡയില്, ഗണ്ണ് ഡിയോഫോഡയില്. ഇവന്മാർ ഈ അക്രമശക്തമായ 3 ആനനെ ഏത് രീതിയിൽ ഇവന്മാർ ഓടിക്കും? അവരും മനുഷ്യജീവനാ, അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തവർക്കുണ്ട്. എങ്കിലും അവർ ആനനെ ഓടിക്കാൻ ധൈര്യമായിട്ട് നിൽക്കുള്ളൂ. ഒരു ആനയുടെ അടുത്ത് അവർ കൈയും വീശി ചെന്നിട്ട് ഓടിക്കാൻ പറ്റുമോ? കുറെ പടക്കം വാങ്ങിച്ചു കൊടുത്ത് ആനനെ ഓടിക്കാൻ പറ്റുമോ? ഇതൊന്നും നടപടിയുള്ള കേസല്ല. ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ആനയ്ക്ക് മാത്രം സംരക്ഷണം മതിയോ? അപ്പൊ ഇത് കുറച്ചും കൂടി ഫോറസ്റ്റ് കുറച്ചും കൂടി കെയർ ചെയ്ത് ജനങ്ങളെ സംരക്ഷിക്കണം. അല്ലെങ്കിൽ ഇതിപ്പോ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ആന മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ? വെടിവെച്ചോളാണല്ലോ ഉത്തരവിടിയിക്കുന്നത്. ഞാൻ പറയാം, അവനെ ഞങ്ങൾ സംരക്ഷിക്കും. കർഷകർ ഫണ്ട് പിരിച്ചിട്ടുണ്ട്. സാർ ഇപ്പൊ ഓട്ടോ ഞാൻ ആ സൈസ് സ്വഭാവക്കാരനാണ്. ശരിക്കും പൈസ ഒരു 80 പൈസ ഒരു കളവനെ സാറിന് സംശയിക്കുന്നു. ഞാനോടൊക്കെ പബ്ലിക് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ ഈ സോളാർ ഫെൻസിംഗ് എന്നുള്ള പദ്ധതി നിങ്ങൾ ഇതുവരെ നടപ്പിലാക്കിയതാണ്. ഇന്ന് രാവിലേക്ക് പരിക്കും പറഞ്ഞ ഫോറസ്റ്റ് സാർ തിരുവനന്തപുരത്ത് നടക്കുന്ന ഉദ്യോഗസ്ഥരോട് വരുന്നു. അത്രയ്ക്ക് വില നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കണം.